ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ ഈ വേനൽ ചൂടിന് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ്. ഒരു മുറി തേങ്ങ ഉണ്ടെങ്കിൽ കിടിലൻ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഡ്രിങ്ക് തന്നെയാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ഡ്രിങ്കാണ്. നിങ്ങൾ ഇതുവരെ ആയിട്ടും ആരും ട്രൈ ചെയ്യാത്തൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഡ്രിങ്കിൽക്ക് ആവശ്യമുള്ളത് ഒരു മുറി തേങ്ങയാണ്. അപ്പോൾ നമുക്ക് ഇത് ചിരകിയിട്ടോ അല്ലെങ്കിൽ നമുക്കൊന്ന് കട്ടാക്കിയിട്ടോ എടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഞാൻ ചിരകിയിട്ടാട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് അതിലോട്ട് ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ നമുക്ക് ഏലക്കായ 2 എണ്ണം കേട്ടോ. അപ്പോൾ അളവിനനുസരിച്ചിട്ട് നിങ്ങൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ എടുക്കുക. നമുക്ക് കൂടുതലായിരിക്കരുത് കേട്ടോ നമ്മുടെ ഇഞ്ചിൻ്റെ അളവും ഏലക്കയൊന്നും. അപ്പോൾ നമുക്ക് ഒരുപാട് കുത്തിരുചി അതിൻ്റെ ഫ്ലേവറായി മാറും. ഇനി ഇതിലോട്ട് നമുക്ക് ആ തേങ്ങ പൊട്ടിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു തേങ്ങേൻ്റെ വെള്ളമാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ആ മിക്സിയിൽ കുറച്ചും കൂടി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. തേങ്ങ കൂടുതൽ അരഞ്ഞ് കിട്ടുമൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് മാങ്ങ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ടാക്കി എടുക്കാം. 2 മാങ്ങ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാങ്ങ മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും എടുക്കുക. പൈനാപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ, ക്യാരറ്റ് എല്ലാം എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ കട്ടാക്കി വെച്ച നമ്മുടെ മാങ്ങയും കൂടി ചേർത്തി കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തി കൊടുക്കാം. 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഐസ് വാട്ടർ നമുക്ക് 1 ഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് നന്നായിട്ട് അരഞ്ഞിട്ടാൻ വേണ്ടിയിട്ട്. ബാക്കി നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. അതും ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്താൽ മതി. മാങ്ങ അങ്ങനെ അരിച്ചെടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണേ. വീണ്ടും ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈ സമ്മറിന് കുടിക്കാൻ പറ്റിയ ഒരു റീഫ്രഷിങ് കൂടിയിട്ടുള്ള അടിപൊളി ജ്യൂസും കൂടിയാണേ. തണുപ്പിൽ തന്നെ കുടിക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ ആ തേങ്ങയുടെ ഫ്ലേവറൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇനിയിപ്പോൾ തേങ്ങയുടെ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഐസ് വാട്ടറൊക്കെ ഉപയോഗിച്ചാൽ മതി. പക്ഷേ തേങ്ങയുടെ വെള്ളം കൂടി ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടിയും ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണേ. എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാനും പറ്റും. വെറുതെ പറയല്ല കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റി പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണേ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കും, കമൻറ്റ് ചെയ്യും, ഹൈപ്പ് ചെയ്യും, ഷെയർ ചെയ്യും. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.